സന്തോഷത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ശക്തമായിട്ട് കരങ്ങളടിച്ച് ഹല്ലേലൂയാ. ഇരിക്കാവോ? ബൈബിൾ കൊണ്ടുവന്നോ? കേട്ടില്ല. എന്തോ? ഓക്കെ. ദൈവത്തിന് നന്ദി. നമ്മൾ ഇന്ന് ഈ സായാഹ്നത്തിൽ വീണ്ടും കർത്താവിൻ്റെ വചനത്തിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് ദൈവവചനത്തിലൂടെ ദൈവശക്തി വെളിപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വചനത്തെ ആശ്രയിക്കണം, വചനത്തെ മുറുകെ പിടിക്കണം. നമ്മൾ ദൈവവചനത്തെ വളരെ ഗൗരവത്തോടെ സമീപിക്കുന്നവരായാൽ വലിയ ദൈവപ്രവൃത്തികൾ നമ്മളിൽ കാണാൻ പറ്റും. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? ക്ലിയറാണോ? പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ വലിയ ദൈവപ്രവർത്തികൾ ദൈവം ഈ ലോകത്തിൽ പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിലൂടെയാണ്. നമ്മളത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. നിങ്ങൾ ബൈബിൾ തുറക്കാം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. 42-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. പ്രഭാഷകൻ 42:15 വായിക്കാമോ? ഞാൻ ഉച്ചത്തിൽ വായിക്കാം. ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തികളെ അനുസ്മരിക്കും. ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തികളെ കുറിച്ച് പറയാൻ പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അടുത്ത വാക്യം, കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഒന്നുറക്കെ പറയാമോ? കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. 3 പ്രാവശ്യം ഉച്ചത്തിൽ പറയുക. കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. 3 പ്രാവശ്യം ഉച്ചത്തിൽ പറയുക. കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഒന്നുകൂടെ പറയാം. കർത്താവിൻ്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഈ ലോകത്തിൽ നടക്കുന്നത് എങ്ങനെയാണ്? വചനത്തിലൂടെയാണ്. അതുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ കർത്താവിൻ്റെ സ്വരമായിട്ട് സ്വീകരിക്കണം എന്നാണ് ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചത്. അങ്ങനെ സ്വീകരിച്ച ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് അപ്പസ്തോലന്മാർ പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ദൈവവചനത്തെ സ്വീകരിച്ച ആളുകളെക്കുറിച്ച് ഒരു സൂചന പറയുന്നുണ്ട്. അത് തെസ്സലോനിക്ക സഭയിൽ സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 17-ാമത്തെ അധ്യായം എടുക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 17. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാമത്തെ അധ്യായം. തെസ്സലോനിക്കായിൽ വചനം പ്രസംഗിച്ചതിന് ശേഷം അപ്പസ്തോലനായ പൗലോസ് പോകുന്നത് ബെറോയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. സ്ഥലത്തിൻ്റെ പേര് പറയാമോ? ബെറോയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അപ്പസ്തോലന്മാർ പോകുന്നത്. ആ സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. വാക്യം 11 10 മുതൽ വായിച്ചോ. രാത്രിയായപ്പോൾ സഹോദരന്മാർ പെട്ടെന്ന് പൗലോസിനെയും സീലാസിനെയും ബെറോയയിലേക്ക് അയച്ചു. അവർ അവിടെ എത്തി യഹൂദരുടെ സിനഗോഗിലേക്ക് പോയി. അടുത്ത വാക്യം, ഈ സ്ഥലത്തെ യഹൂദർ. എവിടുത്തെ യഹൂദർ? എവിടുത്തെ യഹൂദർ? ബറോഡ അല്ല, ബറോഡ വേറെ, ഗുജറാത്ത്. ഇത് ബെറോയ. ഈ സ്ഥലത്തെ, ഏത് സ്ഥലത്തെ? ബെറോയയിലെ യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ ആര്? മാന്യന്മാരായിരുന്നു. നിങ്ങൾ മാന്യന്മാരാണോ? പിന്നല്ലാതെ. അപ്പോൾ മാന്യന്മാരായിരുന്നു. ദൈവവചനം ഒരു കൂട്ടം ആളുകളെ മാന്യന്മാർ എന്ന് വിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്? അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മാന്യന്മാർ എന്ന് വിളിച്ചത്? അവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അങ്ങനെയുള്ളവരെ ദൈവവചനം വിളിക്കുന്ന പേരാണ്, പരിശുദ്ധാത്മാവ് വിളിക്കുന്ന പേരാണ് മാന്യന്മാർ. അല്ലാതെ വലിയ വലിയ പകിട്ട് ഉള്ള ആളുകളെ അല്ല, വലിയ വണ്ടി വരുന്നവരെ അല്ല. അവർ മാന്യന്മാരല്ലെന്നല്ല. ബൈബിൾ വിളിക്കുന്നത്
ഒരുപാട് പൈസയുള്ളവരെ, അങ്ങനെയല്ല, അവർ മാന്യന്മാരല്ലെന്നല്ല. എന്നാൽ ബൈബിൾ മാന്യന്മാർ എന്ന് വിളിക്കുന്നത് നോബിൾ മെൻ. ആരാണത്? ദൈവവചനം വെറും താല്പര്യമല്ല, അതീവ താല്പര്യത്തോടെ ദൈവവചനം സ്വീകരിക്കുന്നവരെ സ്വർഗം വിളിക്കുന്ന പേരാണ്, പറയൂ മാന്യന്മാരെ, പറയൂ മാന്യന്മാർ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, തെസ്സലോനിക്കായിലെ ജനങ്ങളെക്കാൾ മാന്യന്മാരായിരുന്നു. ഇനി തെസ്സലോനിക്ക സഭയ്ക്ക് അപ്പോസ്തലൻ എഴുതുമ്പോൾ അദ്ദേഹം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടിന് നടുവിലാണ് വചനം സ്വീകരിച്ചത്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാം വാക്യം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാം വാക്യം. നമുക്ക് ഒരുപാട് നൂറുകണക്കിന് വചനം വായിക്കണം. എന്തിനെന്നറിയാമോ? കേൾക്കുന്നുണ്ടോ? വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും. വചനം വരുമ്പോൾ സൗഖ്യം നടക്കും. വചനം വരുമ്പോൾ മാനസാന്തരം നടക്കും. വചനം വരുമ്പോൾ പിശാച് അനേക കാലങ്ങളായി തടഞ്ഞു വച്ചിരിക്കുന്നതെല്ലാം തുറക്കപ്പെടും. വചനം വരുമ്പോഴേ പറ്റൂ. അതുകൊണ്ടാണ് ഇന്ന് വളരെ ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരു വചനം പോലും വെറുതെ കളയരുത്. അപ്പോൾ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാം വാക്യം നല്ല വെടിയൊച്ച പോലെ മുഴങ്ങണം. പറയാം, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. ഹല്ലേലൂയ. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച ദൈവവചനം, നിങ്ങൾ സ്വീകരിച്ചത് മനുഷ്യരുടെ വചനമായിട്ട് അല്ല, ഒരു മനുഷ്യൻ സംസാരിക്കുന്നതായിട്ടല്ല, മറിച്ച് വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ ഈ വചനം സ്വീകരിച്ചത്. അത് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് കൊടുക്കുന്ന ഒരു അപ്രീസിയേഷനാണ്. ഇനി 2 തിമോത്തി 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ. 2 തിമോത്തി 3-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനം. വചനം എടുത്ത് വായിച്ചാൽ ഉത്കർഷം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, വിമോചനം ഉണ്ടാകും. അതുകൊണ്ട് ബൈബിൾ കൊണ്ടുവരാത്തവരെ നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ലത്, നിങ്ങൾ കൊണ്ടുവരേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എടുത്ത് വായിക്കണം. വായിച്ചാൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. എടുത്ത് വായിച്ചാൽ, ദൈവവചനം തൊട്ടാൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ വചനമാണ്, അതെടുത്ത് വായിക്കണം. അത് നിങ്ങളെല്ലാവരും ബൈബിൾ കൊണ്ടുവരണം. ഇവിടെ ബൈബിൾ വിൽപ്പനയ്ക്ക് അച്ഛൻ വെക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബൈബിളില്ലാത്തവർക്ക് വാങ്ങാം. എല്ലാവരും കൊണ്ടുവരണം, വായിക്കണം. വായിക്കാം. 2 തിമോത്തി 3-ാം അധ്യായം 15-16 വായിക്കാം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന ദൈവവചനം നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. അടുത്ത വാക്യം ഉച്ചത്തിൽ വായിക്കുക. ഉച്ചത്തിൽ, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. ഒന്നുറക്കെ പറയാം, വിശുദ്ധ ലിഖിതമെല്ലാം. അതായത് ബൈബിളിലെ എല്ലാ വാക്യങ്ങളും ദൈവനിവേശിതമാണ്. ബൈബിളിലെ സകല വാക്യങ്ങളും ദൈവനിവേശിതമാണ്. ദൈവനിവേശിതം, ഇൻസ്പയർഡാണ്. പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർ ചെയ്യപ്പെട്ടതാണ്. പരിശുദ്ധാത്മ പ്രേരണയിൽ ദൈവമനുഷ്യർ സംസാരിച്ചതാണ് പ്രവചനങ്ങൾ. പത്രോസ്ലീഹ പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ ദൈവമനുഷ്യർ സംസാരിച്ചതാണ്, ഇൻസ്പയർഡാണ്. ഇത് മലയാളത്തിലെ മറ്റൊരു വേർഷൻ ബൈബിളിൽ, മറ്റൊരു തർജ്ജമയിൽ ഈ വാക്ക് ദൈവനിവേശിതം എന്ന് പറയുന്ന വാക്ക്, അതിന് പകരം കൊടുത്തിരിക്കുന്ന വാക്ക് കുറെ കൂടി അർത്ഥപൂർണമാണ്. ആ വാക്ക് ഇതാണ്, ദൈവശ്വാസിതം എന്നാണ്. ദൈവശ്വാസിതം. എൻ്റെ വായനയിലും പഠനത്തിലും എനിക്ക് മനസ്സിലായത് അതാണ് കുറെ കൂടി കറക്റ്റ് തർജ്ജമ. എന്താണത്? ദൈവശ്വാസിതം. ദൈവം ബ്രീത്ത് ചെയ്തത്, ദൈവത്തിൻ്റെ ശ്വാസം വീണത്. ഗോഡ് ബ്രീത്ത്ഡ്, ഗോഡ് ബ്രീത്ത്, ബ്രീത്ത്ഡ്, ഗോഡ് ബ്രീത്ത്ഡ്.
ദൈവശ്വാസിതം, ദൈവത്തിൻ്റെ ശ്വാസം പതിഞ്ഞു കിടക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് കറക്റ്റ്. ദൈവശ്വാസം പതിഞ്ഞു കിടക്കുന്നത്. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി തരാം. നിങ്ങളുടെ വാ അടച്ചു പിടിക്കുക. ഇനി നിങ്ങളുടെ പേര് പറയുക. പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? പറയാൻ പറ്റാത്തതിൻ്റെ കാരണം വാക്ക് വരുന്നില്ല. കാരണം കാറ്റ് വരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ തെറ്റുണ്ടോ? വാക്ക് വരാത്തത് കാറ്റ് വരാത്തത് കൊണ്ടാണ്. വാക്ക് വന്നാൽ കാറ്റ് വരും. കാറ്റ് വന്നാലേ വാക്ക് വരൂ. തെറ്റുണ്ടോ? തെറ്റില്ല. ഇതാണ് ബൈബിളിലും. ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കാറ്റ് വന്നതുകൊണ്ടാണ് വാക്ക് വന്നത്. ബൈബിളിൽ തെളിവുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. വാക്ക് വന്നത് കാറ്റ് വന്നതുകൊണ്ടാണ്. പറഞ്ഞ ഹല്ലേലൂയാ. കാറ്റ് എന്നതിന് ഹീബ്രു ബൈബിളിലെ വാക്ക് റുവാഹ് എന്നാണ്. ഞാൻ പറയുന്നത് പോലെ പറയണം. റൂഹ എന്ന് കേട്ടിട്ടുണ്ടല്ലോ? ഉണ്ട്. റൂഹാദ് കുദിശായ തമ്പുരാനെ കേട്ടിട്ടുണ്ട്. റൂഹ അത് നമ്മൾ പറയുന്നു. എന്നാൽ അതിൻ്റെ ശരിക്കുള്ള വാക്ക് റുവാഹ്. എന്നൊന്നുമല്ല. റുവാഹ്. പറ. റുവാഹ്. അങ്ങനെ ഒരു വാക്കാണ് റുവാഹ്. പറ. റുവാഹ്. അപ്പൊ അതാണ് ആ വാക്ക്. കാറ്റ്, പ്രാണൻ, ചൈതന്യം, കാറ്റ്, ആത്മാവ്, ഇതിനൊക്കെ ഹെബ്രായ ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ്. വാക്കുറക്കെ പറയൂ. ഇത്രയും ശോഷിച്ചതും മെലിഞ്ഞതുമായ പശുക്കളെ ജോസഫ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഉറക്കെ പറയണം. റുവാഹ്. ഹല്ലേലൂയാ. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, അവിടെ വാക്കും കാറ്റും ബന്ധമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം അഥവാ റുവാഹ്, ദൈവത്തിൻ്റെ റുവാഹ് വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞേ. ദൈവത്തിൻ്റെ റുവാഹ് വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ദൈവത്തിൻ്റെ കാറ്റ്, ദൈവത്തിൻ്റെ കാറ്റ് പോയോ? റുവാഹ്, ദൈവത്തിൻ്റെ റുവാഹ് ചലിച്ചുകൊണ്ടിരുന്നു. അടുത്ത വാക്യം, ദൈവം അരുളി ചെയ്തു വെളിച്ചം. വാക്ക്, ദൈവത്തിൻ്റെ വാക്ക്. ദൈവത്തിൻ്റെ വാക്ക് വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ കാറ്റ് ചലിച്ചു തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ വാക്ക് വരുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ കാറ്റടിക്കും, ദൈവത്തിൻ്റെ കാറ്റ് ചലിക്കും. ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ കാറ്റടിക്കുന്നിടത്തേ ദൈവത്തിൻ്റെ വാക്ക് വരൂ. ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാറ്റ്, ദൈവത്തിൻ്റെ റുവാഹ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. എവിടെ വചനമുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ബൈബിൾ വായിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ മുഖത്ത് ദൈവത്തിൻ്റെ ശ്വാസം വന്നടിക്കും. ദൈവത്തിൻ്റെ റുവാഹ്, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയും. പരിശുദ്ധാത്മാവ് നിറയാനുള്ള ഏറ്റവും കുറുക്ക് വഴി ദൈവവചനം ധ്യാനിക്കുക, വായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ കാറ്റടിച്ചാൽ, ദൈവത്തിൻ്റെ വാക്ക് വരുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ കാറ്റുണ്ട്. അത് രണ്ടും ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ ശ്വാസിതമാണ്, ദൈവത്തിൻ്റെ ശ്വാസം പതിഞ്ഞതാണ്. ഇനി നമ്മൾ യെശയ്യാ പ്രവചനം എടുക്കണം. യെശയ്യാ പ്രവചനത്തിൽ ഇത് വീണ്ടും കാണാം. 34-ാം അധ്യായം. യെശയ്യാ പ്രവചനം 34-ാം അധ്യായം 16-ാമത്തെ വാക്യം ഉച്ചത്തിൽ വായിക്കണം. യെശയ്യാ 34:16. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ, ഉച്ചത്തിൽ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടുപിടിച്ച് വായിക്കണം. ഇവയിലൊന്നും
കാണാതിരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഉണ്ട്. ഇവയിലൊന്നും കാണാതിരിക്കില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. ഇനി കിടക്കുന്ന വചനത്തിനാണെങ്കിലും ഒരു വചനത്തിൻ്റെ വ്യാഖ്യാനം വേറൊരു വചനത്തിൽ കിടപ്പുണ്ട്, ഒരു വചനത്തിൻ്റെ വിശദീകരണം മറ്റൊരു വചനത്തിൽ കിടപ്പുണ്ട്. ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തുകൊണ്ടാണിത്? ഉറക്കെ വായിക്കാം. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ആത്മാവിൻ്റെ പ്രേരണയിൽ ഒരു കാര്യം ചെയ്യാൻ പോവാം. ആത്മാവിൻ്റെ പ്രേരണയിൽ ഞാൻ തിരുവനന്തപുരത്ത് ബൈബിൾ പഠിപ്പിക്കുകയായിരുന്നു. 15 ദിവസത്തെ ബൈബിൾ സ്റ്റഡി. ആ ബൈബിൾ സ്റ്റഡി ആദ്യത്തെ ബാച്ചാണ്. അപ്പോൾ അതിന് ഒരു ചേട്ടൻ വന്ന് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഒരു ചേട്ടൻ. ഞാൻ നോക്കുമ്പോൾ ഈ ചേട്ടൻ ഒരൊറ്റ വരി എഴുതുന്നില്ല. ഞാൻ വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടൻ ഒരൊറ്റ വരി എഴുതുന്നില്ല, ഒരു വാക്ക് പോലും എഴുതുന്നില്ല, ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചു, വെറുതെ വന്നിരിക്കുകയാണല്ലോ ദൈവമേ. ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് എടുക്കുന്നത് ബൈബിൾ സ്റ്റഡിക്ക്. ഇൻ്റർവ്യൂ നടത്തിയവർക്ക് തെറ്റിയതായിരിക്കും. ഇത് വന്ന് വെറുതെ ഇരിക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വചനം പ്രഘോഷിക്കാൻ പരിശീലനം തരാൻ പോവാണ്. അപ്പം നിങ്ങൾ ബൈബിൾ സ്റ്റഡിക്ക് വന്നവർ ഓരോരുത്തർ വന്ന് നിങ്ങൾ വചനം പ്രസംഗിക്കുക. ആദ്യം പ്രസംഗിക്കാൻ വേണ്ടി വന്നവരുടെ കൂട്ടത്തിൽ ഈ ചേട്ടൻ എഴുന്നേറ്റ് വന്നു. ഈ ചേട്ടൻ എഴുന്നേറ്റ് വന്നിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങി. എനിക്ക് പരിശുദ്ധാത്മാവ് വന്നാൽ അറിയാൻ പറ്റും, നിങ്ങൾക്കും അറിയാൻ പറ്റും, എനിക്കും അറിയാൻ പറ്റും. ഒരു 2 വചനം പറഞ്ഞു കഴിയുമ്പോൾ തൊട്ട് അവിടെ പരിശുദ്ധാത്മാവ് വരുന്നത് ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ ഒന്നും ഒരു നോട്ട് പോലും എഴുതാതെ വെറുതെ ഇരുന്ന് ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വചനം വരാൻ തുടങ്ങി. ഞാൻ ആ മനുഷ്യനെ വിളിക്കുകയാണ് ഈ സ്റ്റേജിലോട്ട്. ഇങ്ങനെ വന്നോ, കയറി വന്നോ, പറയിരിപ്പുണ്ട്, കയറി വാ. ഞാൻ വിളിക്കുമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. എന്താ സംഭവിക്കാൻ പോകണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആത്മാവിൻ്റെ ഒരു പ്രേരണ ഞാൻ ചെയ്യുകയാണ്. ഒരു 7-8 വചനങ്ങൾ ഞാൻ പറയിപ്പിക്കാൻ പുള്ളിയെ കൊണ്ട്. എനിക്ക് പറഞ്ഞോളൂ, ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പറഞ്ഞോളൂ. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ കാറ്റ് മൂവ് ചെയ്യുന്നത് അനുഭവിക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഓടി 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 സമയമില്ല, പെട്ടെന്ന് കൊടുക്ക്, മൈക്ക് കൊടുക്കും. അങ്ങ് വരുന്ന വചനം അങ്ങോട്ട് പറഞ്ഞോ, വിശദീകരണം ഒന്നും വേണ്ട. വരുന്ന വചനം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോ ഇവിടെ അടുത്തേക്ക് പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവവചനം വളരെ ശക്തമായിട്ട് എന്റെ ഹൃദയത്തിൽ വരെയാണ്. ആദ്യം ജോബിന്റെ പുസ്തകം 19:26. എന്റെ ചർമ്മം അഴുകിയില്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. ദൈവവചനം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. വെളിപാട് 3:20. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ വചനങ്ങൾ വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ ഉള്ളിൽ വരും. അവനുമായി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. വെളിപാട് 20:15. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെ ഞാൻ അഗ്നി തടാകത്തിലേക്ക് എറിഞ്ഞുകളയും. വെളിപാട് 3:8. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം ഒരു വാതിൽ നിന്റെ മുമ്പിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എന്റെ വചനം കാത്തു. എന്റെ നാമം നിഷേധിച്ചതുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22:22. ദാവീദ് വംശത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വച്ചത് കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56. അടിച്ചവർക്ക് പുറവും താടി മീശ പറിച്ചവർക്ക് അവിടുന്ന് കവിളുകളും കാണിച്ചു കൊടുത്തു. തുപ്പലിൽ നിന്നോ നിന്നയിൽ നിന്നോ അവൻ മുഖം തിരിച്ചില്ല. യോഹന്നാൻ 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. റോമ 11:11. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് കർത്തൃ ശുശ്രൂഷ ചെയ്യുവേൻ. റോമ 6:12. ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവിധം പാപം നിന്റെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. റോമ 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഒരു നോട്ട് പോലും എഴുതാതെ ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വചനം പ്രഘോഷിക്കാനായിട്ട് വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പോ ഞാൻ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനുഷ്യന്റെ അകത്ത് ദൈവത്തിന്റെ വചനം പതിഞ്ഞു കഴിയുമ്പോ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പതിഞ്ഞു കഴിയുമ്പോ ആ വചനം ഒരാൾ ഇങ്ങനെ ഉറക്കെ പറഞ്ഞാൽ ആ പറയുന്ന സമയത്ത് ദൈവാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് 34. വായിക്കാം. യെശയ്യാ 34 പറയുന്നത്, കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. വായിക്കാം. യെശയ്യാ 34:16. യെശയ്യാ 34:16 വായിക്കാം. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിന്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. കണ്ടോ, വാക്കും കാറ്റും. കർത്താവിന്റെ അധരം കൽപ്പിച്ചു, ആത്മാവ് ഒരുമിച്ച് കൂട്ടി. വാക്ക്, കാറ്റ്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, അല്ലെ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവവചനത്തിൽ ആഴപ്പെട്ടാൽ, ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കേന്ദ്രീകരിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയും. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അതാണ് പറയുന്നത്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവശ്വാസിതമാണ്, ദൈവശ്വാസിതമാണ്. അതുകൊണ്ട് വചനത്തിന്റെ ശക്തമായൊരു അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഇത് ആമുഖമായിട്ട് പറഞ്ഞിട്ട് ഇനി അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവവചനത്തെ ഉപയോഗിക്കേണ്ടത്, ദൈവവചനത്തെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുത്തേണ്ടത്, ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് അല്പസമയം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെ നമുക്ക് വചനത്തെ പ്രയോജനപ്പെടുത്താൻ പറ്റും? കാരണം വചനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായും 2 രീതിയിലാണ്. ഒന്ന്, വചനം ഭക്ഷണമാണ്. 2, വചനം ആയുധമാണ്. പറയാവോ? 2 വിധത്തിലാണ്, 2 തലത്തിൽ വചനത്തെ നമ്മൾ കാണണം. ഒന്നാമത്തേത് വചനം ഭക്ഷണമാണ്, രണ്ടാമത്തേത് വചനം ആയുധമാണ്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. നമ്മുടെ ആത്മാവിന് ഭക്ഷണം വേണം. നമ്മൾ ആത്മാവിൻ്റെ ഭക്ഷണം കാര്യമായിട്ട് ആത്മാവിന് കൊടുക്കുന്നില്ല. ദിവ്യകാരുണ്യം ആത്മാവിൻ്റെ ഭക്ഷണമാണ്, വചനം ആത്മാവിൻ്റെ ഭക്ഷണമാണ്. നമ്മുടെ ആത്മാവ് ജ്വലിക്കണമെങ്കിൽ വചനമാകുന്ന ഭക്ഷണം കഴിക്കണം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾ പഠിക്കുക. വചനം ഭക്ഷണമാണ്. അവിടുത്തെ വചനം കണ്ടെത്തിയപ്പോൾ അതെനിക്ക് ആനന്ദാമൃതമായി, അത് ഭക്ഷിച്ചപ്പോൾ അതെനിക്ക് ആനന്ദാമൃതമായി. ഭക്ഷിക്കണം. വചനം ഭക്ഷണമാണ്. രണ്ടാമത്തേത് വചനം ആയുധമാണ്. ഞാൻ അതിനെക്കുറിച്ച് അല്പസമയം പറയാം. വചനം എന്താണ്? ആയുധമാണ്. നമ്മൾ ഇന്ന് ഈ ജീവിക്കുന്ന കാലം ദൈവമക്കളെ എല്ലാ വിധത്തിലും ഞെരുക്കുന്ന ഒരു കാലമാണ്. ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞാൽ, നിങ്ങൾ സമൂഹത്തിന് എന്ത് നന്മ ചെയ്താലും ഒരു വിശ്വാസിയെ സമൂഹം കാണുന്നത് സംശയദൃഷ്ടിയോടെയാണ്. ഇതാണ് എൻ്റെ അനുഭവം.
നിങ്ങൾക്ക് മറിച്ച് അനുഭവം ഉണ്ടാവാം. പക്ഷെ എൻ്റെ കഴിഞ്ഞ 44 വർഷത്തെ ജീവിതത്തിൽ, അയ്യോ പ്രായം പറഞ്ഞു പോയി, 44 വർഷത്തെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, എനിക്ക് മനസ്സിലായത്, നമ്മൾ എത്ര നന്മ ചെയ്താലും മനുഷ്യൻ, സമൂഹം നമ്മളെ കാണുന്നത് സംശയദൃഷ്ടിയോടെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതായത് ഒരു വിശ്വാസിയെ ഞെരുക്കുന്നതാണ് എല്ലാ സിസ്റ്റവും. എവിടെ ചെന്നാലും നീതി നിഷേധം ഒരു വിശ്വാസിക്കാണ് പ്രധാനമായിട്ടും. നമ്മളൊക്കെ ഓഫീസുകൾ ഒക്കെ കയറി ഇറങ്ങി മടുത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു വിശ്വാസിക്ക് എവിടെ ചെന്നാലും പ്രതിസന്ധിയാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുപാട് വേദനയോടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെല്ലാം തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് ചില ആളുകൾ വരും. രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയൊക്കെ നാടാണ് കണ്ണൂർ. ഞാനതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ എൻ്റെ അനുഭവം, എല്ലാവരും നമ്മളെ ദ്രോഹിക്കുന്നവരാണ്, പാർട്ടി വ്യത്യാസങ്ങളില്ലാതെ. അത് പറയുന്നതിന് ഞാൻ ആരെയും ഭയക്കുന്നില്ല. പാർട്ടി വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും നമ്മളെ ദ്രോഹിക്കുന്നവരാണ്. പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് പറയാനുണ്ട്, ഇത് പാർട്ടി പ്രസംഗമല്ല, എൻ്റെ അനുഭവം. എൻ്റെ അനുഭവം ഒരു മനുഷ്യനെന്ന നിലയിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളോട് ഞാൻ വചനം പ്രഘോഷിക്കുമ്പോൾ എൻ്റെ അനുഭവം പറയുകയാണ്. അതായത് എല്ലാവരും നമ്മളെ ദ്രോഹിക്കും. നമ്മളോട് നേരിട്ട് കാണുമ്പോൾ പറയുന്ന രീതിയല്ല അവരുടെ ഉള്ളിൽ. നമ്മളോട് നേരിട്ട് ഭയങ്കര പഞ്ചാര വർത്താനം പറയും, പക്ഷേ അതല്ല അവരുടെ ഉള്ളിൽ. നമ്മളെ ദ്രോഹിക്കണമെന്നാണ് അവരുടെ ഉള്ളിൽ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ച് മനസ്സ് മടുത്ത്, മനസ്സ് നൊന്ത് ഞാൻ ദൈവസന്നിധിയിലിരുന്ന് പൊട്ടി കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവേ, എന്താണിത്? എല്ലായിടത്തും നിന്ന് ഇതാണ് അവസ്ഥ. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദ്രോഹിക്കുകയാണ് മനുഷ്യർ. നമ്മൾ എന്തെല്ലാം നന്മ ചെയ്യും. ഞങ്ങളൊക്കെ അവിടെ ഇവിടെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയല്ല, ഞങ്ങളുടെയൊക്കെ അക്കൗണ്ട് വന്ന് ആരെങ്കിലും പരിശോധിച്ചാൽ ചാരിറ്റിക്ക് പോകുന്ന പണം കണ്ടിട്ട് മനുഷ്യർ മൂക്കത്ത് ചിലപ്പോൾ വിരൽ വെക്കും. കാരണം അത്രയും നമ്മൾ മനുഷ്യരെ സഹായിക്കും. അത്രയും ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ അതിൻ്റെ നല്ല ശതമാനം അർഹിക്കുന്ന മനുഷ്യനിലേക്ക് പോകും. അപ്പൊ ചുറ്റുപാടുകളൊക്കെ മറ്റ് മതസ്ഥരായ ആളുകളുണ്ട്, പാവപ്പെട്ടവരുണ്ട്, കോളനികളുണ്ട്, വീട് വെച്ച് കൊടുക്കുക, ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊടുക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയല്ല, പറയാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞു വന്ന വഴിക്ക് അങ്ങ് പറഞ്ഞതാണ്, അതൊന്നും പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും നമ്മളെ ദ്രോഹിക്കും ആളുകൾ, ദ്രോഹിക്കും. വന്നിട്ട് പിടിച്ചു പറിക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് അധികാരത്തിലുള്ളവർ, ഭരണമുള്ളവർ ഒക്കെ നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിക്കും. എൻ്റെ അനുഭവം ഞാൻ പറയാം. അങ്ങനെ പല രാത്രികളിലും ഞാൻ സങ്കടപ്പെട്ട് കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്. ദൈവമേ, നമ്മൾ നന്മ ചെയ്യാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ്. ലോകത്തൊരു മനുഷ്യനെയും ദ്രോഹിക്കാൻ നമുക്ക് ആഗ്രഹമില്ല, ദ്രോഹിച്ചിട്ടുമില്ല, ദ്രോഹിക്കത്തുമില്ല. പിന്നെ എന്തിനാണ് നമ്മളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, ബുദ്ധിമുട്ടിക്കുന്നത്, പ്രയാസപ്പെടുത്തുന്നത്? കൺമുമ്പിൽ വന്നൊരു കാര്യം പറഞ്ഞിട്ട് ഉള്ളിൽ വേറൊരു കാര്യം പറയുന്നത്. ഇതാണ് എൻ്റെ അനുഭവം. നിങ്ങളുടെ അനുഭവം മറിച്ചല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവമക്കളെ ഞെരുക്കുന്ന ഒരു സിസ്റ്റത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വിഷമിച്ച് നിൽക്കുമ്പോൾ, വേദനിച്ച് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങളുടെ പോരാട്ടം മാംസത്തോടും രക്തത്തോടും അല്ല. ഡാനിയേൽ, നീ യുദ്ധം ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടല്ല, ഒരു പഞ്ചായത്ത് മെമ്പറോടല്ല, ഈ സ്വാധീനമുള്ള ആളോടല്ല, ആ ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥനോടല്ല. നിന്റെ പോരാട്ടം മാംസത്തോടും രക്തത്തോടും അല്ല. പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ പതിയിരിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മുടെ പോരാട്ടം. Our combat is not against flesh and blood. നമ്മൾ യുദ്ധം ചെയ്യും, നമ്മുടെ പോരാട്ടം, വാർഫെയർ, മാംസത്തോടും രക്തത്തോടും അല്ല. ഞാൻ അങ്ങനെ വർഷങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ഇവര് നമ്മളെ ഉപദ്രവിക്കുന്നത്. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പോരാട്ടം അവരോടല്ല. അതായത് ഒരു വിശ്വാസിയാകുന്നതോടുകൂടി ഒരു വിശ്വാസിയുടെ ജീവിതത്തെ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ ഒരു പൈശാചിക ലോകം നമ്മുടെ ചുറ്റിനും ഉണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അനായാസമല്ല ജീവിതം.
എളുപ്പമല്ല ജീവിതം. നമുക്ക് ചുറ്റും ഒരു ലോകം നമുക്കെതിരെ നിൽപ്പുണ്ട്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു തന്നു, ആ ലോകത്തെ തറപറ്റിക്കാൻ, തോറ്റു തുന്നം പാടിക്കാൻ, ആയുധം വെപ്പിച്ച് കീഴടക്കാൻ, അടിയറവ് വെപ്പിക്കാൻ ഉപയുക്തമായ സകല ആയുധങ്ങളും ഒരു ദൈവ മകന് ഓൾറെഡി നൽകപ്പെട്ടിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ആയുധമാണ് ദൈവവചനം. പറഞ്ഞ ഹല്ലേലൂയാ. വചനമാകുന്ന വാളെടുത്ത് പോരാടണം. പറഞ്ഞ ഹല്ലേലൂയാ. ഞാൻ ഓർക്കുന്നുണ്ട്, 2-3 മാസം മുമ്പ് ഞാൻ വളരെ വളരെ ആത്മീയമായ ഒരു സംരംഭത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോക്കലായിട്ടുള്ള കുറച്ച്, ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വാധീനമുള്ള കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വരികയാണ്. മനഃപൂർവ്വം ഉപദ്രവിക്കുകയാണ്. നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് നല്ല വാക്ക് പറയും, എന്നിട്ട് വേറെ ആളുകളെ അടിയിൽ കൂടെ സംഘടിപ്പിച്ച് നമുക്കെതിരെ നിർത്തും. അങ്ങനെ അവിടെ ഉണ്ടായത് നമ്മെ സഹായിക്കുന്ന ചെറുപ്പക്കാരൻ മനസ്സ് നൊന്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അച്ഛാ, എനിക്ക് സഹി കിട്ടും, എൻ്റെ BP കൂടിയിരിക്കുകയാണ്, എനിക്കൊരു മനസ്സമാധാനം. എന്താ അച്ഛാ, നമ്മൾ എന്ത് ചെയ്താലും ഇവരെന്താ ഇങ്ങനെ? അന്ന് സായാഹ്നത്തിൽ ഞാനും എൻ്റെ കൂടെയുള്ളൊരു അച്ഛനും കൂടി ഞങ്ങളന്ന് രാത്രി മുഴുവൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന്, ദൈവമേ, ഈ പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഞങ്ങൾ കർത്താവിൻ്റെ വചനം എടുത്തു. ഓരോ വചനവും എടുത്ത് എവിടെ നിന്നാണോ ഉപദ്രവം വരുന്നത് അവിടേക്ക് നോക്കി നിന്ന് ഈ വചനം ഉച്ചരിക്കാൻ തുടങ്ങി. വചന ഉച്ചത്തിൽ ഊരിവിടാൻ തുടങ്ങി. ഞാൻ പറയാണ്, പിറ്റേ ദിവസം രാവിലെ 9:30 AM, രാവിലെ 9:30 സകല പ്രതിസന്ധി ഉണ്ടാക്കുന്നവരും ആയുധം വെച്ച് കീഴടങ്ങി. പിറ്റേ ദിവസം രാവിലെ 9:30. ദൈവമായ കർത്താവ് ജീവിതത്തിൽ പഠിപ്പിച്ചു തന്ന വലിയൊരു പാഠം ഇതാണ്. മനുഷ്യരോട് വഴക്കുണ്ടാക്കാൻ പോയിട്ട് യാതൊരു കാര്യമില്ല. ഇതിൻ്റെ പിന്നിൽ ഒരു പൈശാചിക വ്യൂഹം പ്രവർത്തിക്കുന്നുണ്ട്. അവനോട് ഉപദേശം പറഞ്ഞിട്ട് കാര്യമില്ല, അവനോട് മധുരവാക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവനെതിരെ അവനെ വെട്ടാൻ ദൈവം തന്ന ആയുധം എടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് വായിക്കാം, എഫേസോസ് ലേഖനം 6-ാം അധ്യായം. എഫേസോസ് ലേഖനം 6-ാം അധ്യായം. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എഫേസോസ് 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ ഉറക്കെ വായിക്കാം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, ഉച്ചത്തിൽ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഉറക്കെ പറയാവോ? അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കണം. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള സന്നദ്ധതയാകുന്ന പാദരക്ഷകൾ ധരിക്കണം. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കണം. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും, അടുത്ത തുറക്ക വായിക്കുക, രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുക. മറക്കരുത്, എഫേസോസ് 6:17. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കണം. ഹല്ലേലൂയ. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കണം. ഇവിടെ നിങ്ങൾ പരിശോധിച്ചേ, എന്നെ നോക്ക്, ലുക്ക് അറ്റ് മീ, എന്നെ നോക്ക്. ഇവിടുത്തെ ആയുധങ്ങൾ ഞാൻ പറയാം. സത്യം കൊണ്ട് അരമുറുക്കണം, ബെൽറ്റ്, സത്യം കൊണ്ട് അരമുറുക്കണം. നീതിയുടെ കവചം ധരിക്കണം, കവചം. സമാധാന സുവിശേഷത്തിന്റെ സന്നദ്ധതയാകുന്ന പാദരക്ഷ, ഷൂസ്, ചെരുപ്പ് ധരിക്കണം. ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്ത് ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കണം.
രക്ഷയുടെ പടത്തൊപ്പി അണിയണം എന്ന് പറഞ്ഞാൽ ഈ ആയുധങ്ങളെല്ലാം ബെൽറ്റ്, ഷൂസ്, കവചം, പരിച, തൊപ്പി, ഈ ആയുധങ്ങളെല്ലാം തന്നെ സ്വയരക്ഷയ്ക്കാണ്. അവർക്ക് പറ, എന്തിനാണ്? സ്വയരക്ഷ, ഡിഫൻസ്. അതായത് അവിടുന്ന് ആക്രമണം വരുമ്പോൾ നമുക്ക് പരിക്കേൽക്കാതിരിക്കാനാണ് ബാക്കി എല്ലാ ആയുധങ്ങളും. ഈ ആയുധങ്ങളുടെ പട്ടിക പറയുമ്പോൾ ബൈബിളിൽ ഒറ്റ ആയുധമേ അങ്ങോട്ട് ആക്രമിക്കാൻ തന്നിട്ടുള്ളൂ. ആ ആയുധത്തിന്റെ പേരാണ് ദൈവവചനമാകുന്ന ആത്മാവിന്റെ. ബാക്കിയെല്ലാം സ്വയ സംരക്ഷണത്തിന്, സെൽഫ് ഡിഫൻസ്. അങ്ങോട്ട് ആക്രമിക്കാൻ, ശത്രുവിന്റെ അകത്ത് കയറി അവന്റെ തല കൊയ്യാൻ ദൈവം വെച്ച് നീട്ടിയ ഈ മാരകായുധം, അങ്ങോട്ടാക്രമിക്കാനുള്ള ആയുധം, അതാണ് ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ, ഉറക്കെ പറയാം ഹല്ലേലൂയാ. നിങ്ങൾ മക്കബായരുടെ പുസ്തകം എടുക്കുക. മക്കബായരുടെ 2-ാം പുസ്തകം. മക്കബായരെടുക്കാൻ എളുപ്പമാണ്. സങ്കീർത്തനം തുറക്കാം. ബൈബിള് നേരെ പകുതി വെച്ച് തുറന്നാൽ സങ്കീർത്തനം, അതിൻ്റെ തൊട്ട് പുറകിൽ ജോബ്, അതിൻ്റെ തൊട്ട് പുറകിൽ 2 മക്കബായർ. മക്കബായരെടുക്കാൻ വളരെ എളുപ്പമാണ്. നേരെ പകുതിക്ക് തുറക്കുക, സങ്കീർത്തനം, അതിൻ്റെ തൊട്ട് പുറകിൽ ജോബ്, അതിൻ്റെ പുറകിൽ മക്കബായർ. 2 മക്കബായർ എടുത്തോ. അവിടെ അധ്യായം 15, 2 മക്കബായർ അധ്യായം 15 എടുത്തോ. 15-ാമത്തെ അധ്യായത്തിൽ ഞാൻ പറയുന്ന വാക്യം 12 മുതൽ വായിക്കുക. 12 മുതൽ ഇതായിരുന്നു ദർശനം. ഒരു ദർശനം കാണുകയാണ്. ഇതായിരുന്നു ദർശനം. എന്താണ് ദർശനം? കുലീനനും ഗുണവാനും വിനീതനും സൗമ്യനും ഉചിത ഭാഷയും ബാല്യം മുതലേ സൽക്കർമ്മനിരതനും മുൻപ് പ്രധാന പുരോഹിത പദവി അലങ്കരിച്ചവനും ആയ ഓനിയാസ് കൈകൾ ഉയർത്തി യഹൂദ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. വായിക്കേ. അതേസമയം മറ്റൊരാൾ, നരചൂടിയ, അന്തസുറ്റ, പ്രൗഢിയും ആജ്ഞാശക്തിയും നിറഞ്ഞ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഓനിയാസ് പറഞ്ഞു, സഹോദരരെ സ്നേഹിക്കുകയും ജനത്തിനും നഗരത്തിനും വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ പ്രവാചകനായ ജെറമിയ ആണിത്. ഓനിയാസ് എന്ന പ്രധാന പുരോഹിതൻ യഹൂദ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓനിയാസിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. നരബാധിച്ച, ആജ്ഞാശക്തിയും അന്തസ്സും നിറഞ്ഞ, പ്രൗഢി നിറഞ്ഞ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഓനിയാസിന് മനസ്സിലായി, യഹൂദ ജനത്തെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ജെറമിയ പ്രവാചകനാണിത്. ദൈവത്തിന്റെ പ്രവാചകനായ ജെറമിയ ആണിത്. വാക്യം 15. ജെറമിയ വലതുകരം നീട്ടി യൂദാസിന് ഒരു സുവർണ ഖഡ്ഗം, സുവർണ വാൾ, ഗോൾഡൻ സ്വോർഡ്, ഒരു സുവർണ ഖഡ്ഗം നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ വിശുദ്ധ ഖഡ്ഗം സ്വീകരിക്കുക, ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണിത്. ഇതുകൊണ്ട് നീ എതിരാളികളെ നിഗ്രഹിക്കും. ഒരു വിശുദ്ധ വാൾ ജെറമിയ യൂദാസ് മക്കേബയൂസിന് വെച്ച് നീട്ടിയിട്ട് പറഞ്ഞു, ഈ വിശുദ്ധ വാൾ നീ സ്വീകരിക്കുക, ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണിത്, ഇതുകൊണ്ട് നീ എതിരാളികളെ സംഗ്രഹിക്കും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി, ഈശോ മിശിഹ പിശാചിനെ നേരിടുമ്പോൾ, മരുഭൂമിയിൽ വെച്ച് ഈശോ പ്രലോഭനങ്ങളെ നേരിട്ട സമയത്ത് ഈശോ പിശാചിനെ നേരിട്ടപ്പോൾ ഈശോ പിശാചിനെതിരെ ഷൗട്ട് ചെയ്തില്ല, പിശാചിനെ ഉപദേശിച്ചില്ല, പിശാചിനോട് അനുനയനത്തിൽ സംസാരിച്ചില്ല, പിശാചിനെതിരെ ബഹളം വെച്ചില്ല, ഭയങ്കര ബഹളം അലറിക്കൂവിലൊന്നും നടത്തിയില്ല. ഈശോ എന്ത് ചെയ്തു? നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നും 8-ാം അധ്യായത്തിൽ നിന്നും 3 വചനങ്ങൾ അതുപോലെ പൊക്കിയെടുത്ത് പിശാചിന് നേരെ ഉച്ചരിച്ചു. പിശാച് പലായനം ചെയ്തു. അല്പകാലത്തേക്ക് യേശുവിനെ വിട്ടുപോയി. പിശാച് വിട്ടുപോയത് എങ്ങനെയാണ്? ഈശോ ഷൗട്ട് ചെയ്തില്ല, അലറി വിളിച്ചില്ല, അലമുറയിട്ടില്ല. ഈശോ നമ്മളുണ്ടാക്കുന്ന ടൈപ്പ് ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല. ഈശോ എന്ത് ചെയ്തു? നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നും 8-ാം അധ്യായത്തിൽ നിന്നും 3 വാക്യങ്ങൾ പൊക്കിയെടുത്ത് പിറക്കിയെടുത്ത് പിശാചിനോട് പറഞ്ഞു. പിശാച് വിട്ടുപോയി. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളിന് മുമ്പിൽ സാത്താന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി നിങ്ങൾ വായിക്കേണ്ടത് വെളിപാട് പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. പെട്ടെന്ന് ഉറക്കെ വായിക്കുക. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. 10 മുതൽ വായിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവുമായിരിക്കും.
10 മുതൽ വായിക്കാം. സ്വർഗത്തിൽ വലിയൊരു സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദൂഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. ആരാണത്? അത് പിശാചാണ്. സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവ സമക്ഷം അവരെ പഴി പറയുകയും ചെയ്യുന്നത് പിശാചാണ്. അവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ എന്ന് പറഞ്ഞാൽ ദൈവമക്കളാവട്ടെ, സഹോദരരാവട്ടെ, വിശുദ്ധരാവട്ടെ, ദൈവമക്കളാവട്ടെ എന്ത് ചെയ്തു? കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും സാത്താന്റെ മേൽ വിജയം നേടി. ശ്രദ്ധിക്കുക, 2 വാക്യങ്ങൾ, 2 കാര്യങ്ങൾ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും ശത്രുവിന്റെ മേൽ വിജയം നേടി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം, സാക്ഷ്യത്തിന്റെ വചനം. ഒന്നവർക്ക് പറയാവോ? കുഞ്ഞാടിന്റെ രക്തം, അപ്പോ ബ്ലഡ് ഓഫ് ദ ലാം ആൻഡ് വേർഡ് ഓഫ് ദെയർ ടെസ്റ്റിമണി. ബ്ലഡ് ഓഫ് ദ ലാം, വേർഡ് ഓഫ് ദെയർ ടെസ്റ്റിമണി. കുഞ്ഞാടിന്റെ രക്തം, സാക്ഷ്യത്തിന്റെ വചനം. ഇത് മനസ്സിൽ പതിക്കുക. ഇനി ഇതിന് പാരലായി വായിക്കാവുന്ന, സമാന്തരമായി വായിക്കാവുന്ന മറ്റൊരു വാക്യമാണ് റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം ഇതിന് സമാന്തരമായിട്ട് വായിക്കാൻ പറ്റുന്ന വാക്യമാണത്. എല്ലാവരും വായിക്കുക. റോമർ 10:9 വായിക്കാം. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ പ്രാപിക്കാൻ 2 കാര്യങ്ങൾ. എന്തൊക്കെ ചെയ്യണം? ഹൃദയത്തിൽ വിശ്വസിക്കണം, അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. അങ്ങനെ പറഞ്ഞു. നേരത്തെ പറഞ്ഞ മറന്നുപോലെ കുഞ്ഞാടിന്റെ രക്തം, സാക്ഷ്യത്തിന്റെ വചനം. ഇപ്പൊ പറയുകയാണ് രക്ഷ പ്രാപിക്കാൻ, രക്ഷിക്കപ്പെടാൻ എന്താണ്? ഹൃദയത്തിൽ വിശ്വസിക്കുക, അധരം കൊണ്ട് പ്രഖ്യാപിക്കുക. എന്ന് പറയാവോ? ഹൃദയത്തിൽ വിശ്വസിക്കുക, അധരം കൊണ്ട് പ്രഖ്യാപിക്കുക. കുഞ്ഞാടിന്റെ രക്തം, സാക്ഷ്യത്തിന്റെ വചനം. ഹൃദയത്തിൽ വിശ്വസിക്കുക, അധരം കൊണ്ട് പ്രഖ്യാപിക്കുക. കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും ശത്രുവിന്റെ മേൽ വിജയം നേടി എന്നതിൻ്റെ വ്യാഖ്യാനമാണ് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് പ്രഖ്യാപിച്ചാൽ രക്ഷ പ്രാപിക്കും എന്നത്. ഒന്നുകൂടെ പറയാം. കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും ശത്രുവിന്റെ മേൽ വിജയം നേടി എന്നതിൻ്റെ വ്യാഖ്യാനമാണ് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് പ്രഖ്യാപിച്ചാൽ രക്ഷ പ്രാപിക്കും എന്നത്. വിശദീകരിക്കാം. പഴയ നിയമത്തിൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 10 മഹാമാരികൾ ദൈവം പ്രവർത്തിച്ചു. 9 മഹാമാരികൾ പ്രവർത്തിച്ചിട്ടും ഫറവോയ്ക്ക് മാനസാന്തരം ഉണ്ടാവുകയോ ജനത്തെ വിട്ടയക്കുകയോ ചെയ്യാതിരുന്നപ്പോൾ ദൈവം മോശ വഴിയായി അരുളി ചെയ്തു, 10ാമത്തെ മഹാമാരി ഈജിപ്തിലെ ഫറവോയുടെ കൊട്ടാരം മുതൽ ഏറ്റവും പാവപ്പെട്ടവന്റെ കുടിലിൽ വരെ ആദ്യജാതന്മാർ, ആദ്യത്തെ മക്കൾ കൊല്ലപ്പെടും. സംഹാരദൂതൻ രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ സംഹാരദൂതൻ ഇസ്രായേൽ ഭവനങ്ങളിലേക്ക് കയറി ഇസ്രായേൽ മക്കളിൽ ആദ്യജാതന്മാരെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഇസ്രായേൽ മക്കൾ ഇപ്രകാരം ചെയ്യണം. അവർ 1 വയസ്സുള്ളൊരു കുഞ്ഞാടിനെ മാസത്തിന്റെ 10ാം ദിവസം മാറ്റി നിർത്തി 14ാം ദിവസം അതിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് ഒരു പാത്രത്തിൽ രക്തമെടുത്ത് ഹിസോപ്പ് ചെടിയുടെ തണ്ട് ചതച്ച് പാത്രത്തിൽ മുക്കി കട്ടിളപ്പടിയിലും വാതിൽപ്പടികളിലും അവർ തളിക്കണം. കുഞ്ഞാടിനെ കൊല്ലണം. കുഞ്ഞാടിന്റെ രക്തം പാത്രത്തിലെടുത്ത് വെച്ച് ഹിസോപ്പ് ചെടിയുടെ തണ്ട് ചതച്ച് അതിൽ മുക്കി കട്ടിളപ്പടിയിൽ തളിക്കണം. അപ്പോൾ കുഞ്ഞാടിന്റെ രക്തം ഉണ്ട്. രക്തം എടുത്ത് പാത്രത്തിൽ വെച്ചാൽ മാത്രം പോരാ, അതെടുത്ത് തളിക്കണം. എങ്ങനെ വിചാരിക്കുക? ഒരു കുടുംബനാഥൻ കുഞ്ഞാടിനെ കൊന്നു, അതിൻ്റെ ഇറച്ചി റോസ്റ്റ് ചെയ്തു, പാത്രത്തിൽ രക്തം എടുത്ത് വെച്ചു, എന്നിട്ട് കള്ളു കുടിച്ചിട്ട് കിടന്നുറങ്ങി. ആ വീട്ടിൽ സംഹാരദൂതൻ കയറുവോ? കയറും. എന്തുകൊണ്ട് കയറും? കയറാൻ പാടില്ല എന്ന് ഞാൻ പറയണം. എന്താ കാര്യം? ഇവിടെ പാത്രത്തിൽ ബ്ലഡ് ഇരിപ്പുണ്ട്. ദൈവം പറയും പാത്രത്തിൽ രക്തം ഇരുന്നിട്ട് കാര്യമില്ല. ഹിസോപ്പ് ചെടിയുടെ തണ്ടെടുത്ത് അത് ബ്രഷ് പോലാക്കിയിട്ട് കട്ടിളപ്പടിയിൽ തളിക്കണം. അതായത് കുഞ്ഞാടിന്റെ രക്തം മാത്രം എടുത്തതുകൊണ്ട് കാര്യമില്ല, അത് അപ്ലൈ ചെയ്യണം, അത് തളിക്കണം. ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് തളിക്കണം എന്ന് പറഞ്ഞാൽ അധരം കൊണ്ട് പ്രഖ്യാപിക്കണം.
അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം നമ്മൾ കുർബാനയ്ക്ക് നടുവിൽ നിന്ന് ഉച്ചത്തിൽ ചൊല്ലുന്നത്. പ്രഖ്യാപിക്കണം. ഹൃദയത്തിൽ വിശ്വസിക്കുന്ന കാര്യം അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. ഇതിന്റെ പേരാണ് സാക്ഷ്യത്തിന്റെ വചനം. പറഞ്ഞേ ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം പാത്രത്തിലെടുത്ത് വെച്ചാൽ മാത്രം പോരാ, അതെടുത്ത് തളിക്കണം. അഥവാ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, മറിച്ച് അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. ദൈവവചനം ആയുധമായി മാറുന്ന എപ്പോഴെന്നറിയോ? പുസ്തകത്തിലിരിക്കുമ്പോൾ അത് ആയുധമല്ല, പുസ്തകത്തിലിരിക്കുമ്പോൾ അത് ഭക്ഷണമല്ല. ഇത് തുറന്ന് വായിക്കുമ്പോൾ അത് ഭക്ഷണം, ഇത് പ്രഖ്യാപിക്കുമ്പോൾ അത് ആയുധം. പറഞ്ഞ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലളിതമായിട്ട് പറയാം. നിങ്ങൾക്ക് പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നു, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ കെട്ടിക്കിടക്കാൻ നമ്മൾ പാടില്ല. നമ്മുടെ കുടുംബങ്ങൾ ഐശ്വര്യം പ്രാപിക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവണം, നമ്മുടെ മക്കൾ രക്ഷപ്പെടണം. നമ്മുടെ മക്കൾ കള്ളിനും കഞ്ചാവിനും അടിമയായിട്ട് കിടക്കാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പിശാച് വഴിതെറ്റിച്ച് കൊണ്ടുപോകരുത്. അവർ തെറ്റായ വിശ്വാസങ്ങളിൽ കുരുങ്ങിപ്പോകാൻ പാടില്ല. മദ്യപാനത്തിനും ലഹരി മരുന്നിനും അവർ ഇരയാകരുത്. ആരോ ഇട്ടുകൊടുക്കുന്ന ചൂണ്ടക്കൊളുത്തിൽ നാവുടക്കപ്പെട്ട് അവർ നശിച്ചു പോകാൻ പാടില്ല. അവരെ പിശാച് കൊണ്ടുപോകാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? അതിന് ദൈവമക്കൾ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവവചനം അധരം കൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ അത് ആയുധമായി മാറും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ആയുധമായി മാറും. ആയുധമായി മാറുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു വചനം എടുക്കും. ഉദാഹരണത്തിന് ഒത്തിരിയും പേരുടെ മനസ്സിൽ ഭയമുണ്ട്. ഭയമുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല, ഈ ഒരുപാട് ആളുകൾ അന്ധവിശ്വാസികളാണ്. മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും പുറകെ പോകുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പഴയ കാലങ്ങളിൽ ഞാൻ ചിന്തിച്ചിരുന്നു അങ്ങനെയൊന്നും ആളുകൾ ചെയ്യില്ലെന്ന്. എന്നാൽ എനിക്ക് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, പ്രായം കൂടിക്കൂടി വന്നപ്പോൾ മനസ്സിലായി, ഒരുപാട് ആളുകൾ, പള്ളി വരുന്ന ആളുകൾ പോലും മന്ത്രവാദത്തിന് പോകുന്നവരുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ പോകുന്ന ആളുകളുണ്ട്, മന്ത്രവാദത്തിന് പോകുന്ന ആളുകളുണ്ട്. മനസ്സിലായി. ഈ പാലാ ഭാഗത്ത് നിന്ന് ഒരു വികാരിച്ചൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ വരികയാണ്. അതായത് ഒരുപാട് ആളുകൾ പള്ളിയിലും വരും, മന്ത്രവാദത്തിനും പോകും. പാലാ ഭാഗമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, പാലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പാലാ ഭാഗം, കാരണം സ്ഥലം ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് അതായത് ഒരുപാട് ആൾ പള്ളിയിലും വരും, മന്ത്രവാദത്തിനും പോകും. ഇത് പല സ്ഥലത്തും ഉണ്ട്, ഇവിടെയും ഉണ്ടാവും. ഈ മന്ത്രവാദത്തിന് പോകുന്നവർ കൂടോത്രം ജാഭിചാരം ചെയ്യും. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല, അതൊക്കെ ചുമ്മാതാന്നൊക്കെ. പിന്നെ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്യും ആളുകൾ. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, പൈശാചിക ഉപദ്രവങ്ങൾ പല രീതിയിൽ വരാം. ഇനി പലതരത്തിലുള്ള അനുഗ്രഹത്തിൻ്റെ തടസ്സം ഉണ്ടാവാം. സാത്താൻ പല രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഉയരാതിരിക്കാൻ ഇങ്ങനെ ഞെരുക്കി വെച്ചിരിക്കാം. എങ്ങനെ എടുക്കണമെന്നറിയാം? ദൈവവചനം എടുക്കണം. ഞാൻ ഒരു ഉദാഹരണം, എനിക്ക് ഉദാഹരണങ്ങൾ ചിലതൊക്കെ സൂചിപ്പിക്കാനേ പറ്റൂ. നിങ്ങൾ വചനം കണ്ടുപിടിച്ച് വായിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ്, ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കൺവെൻഷന്, ഈ കണ്ണൂർ വേറൊരു ഭാഗത്താണ്. അപ്പോൾ അവിടെ ഒരു കൺവെൻഷന് വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രേരണ തന്നു, ഒരു സ്വരം. ആ സ്വരം ഇതാണ്: ജെസി, പറയാൻ തന്നെ നാണക്കേടായിരുന്നു, ജെസി നിന്നെ ഞാൻ വാഴിക്കത്തില്ലടി എന്നൊരാള് ഏതോ ഒരു ജെസിയോട് പറഞ്ഞു. ഏത് ജെസിയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, കൺവെൻഷന് കയറി നിൽക്കാൻ പോകുന്നതിന് മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് പരിശുദ്ധാത്മാവ് പറയാണ് ഇങ്ങനെ പറയണമെന്ന്. എനിക്കാണ് നാണക്കേട് ഇങ്ങനെയൊക്കെ പറയാൻ. ജെസി നിന്നെ വാഴിക്കത്തില്ലടി എന്ന് പറഞ്ഞതിന് ശേഷം ജീവിതം വളരെയധികം തകർന്നു പോയ, മാനസികമായിട്ട് വളരെ തകർന്നിരിക്കുന്ന ജെസിയോട് ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുന്നു, നിന്നെ ദൈവം രക്ഷപ്പെടുത്തും. ഇതാണ് ദൈവസ്വരം. പിന്നെ എനിക്ക് മനസ്സോടാണെങ്കിലും ഞാൻ പറഞ്ഞു അതിങ്ങനെ പറയും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ പറയും, എന്താണ്? നിന്നെ ഞാൻ വാഴിക്കത്തില്ല, നിന്നെ ഞാൻ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല, നിന്റെ കുടുംബത്തെ ഞാൻ നശിപ്പിച്ചിരിക്കും, ഈ ആഭിചാരം നിന്നെ തകർത്തിരിക്കും, നിനക്കെതിരെ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറയാണ്, കുറച്ചുകൂടെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണ ഒരു ഉദാഹരണം പറയാം. ഇത്തരം ഒരു സന്ദർഭം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായാൽ നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട്. ഇപ്പം എന്നോടാണ് ആരെങ്കിലും ഇങ്ങനെ പറയുന്നതെങ്കിൽ ഉടനെ ഒരു രണ്ടാം ചിന്തയില്ലാതെ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു വചനം വരും. ആ വചനം ഞാൻ ഉറക്കെ പറയും. ആ വചനം ഇതാണ്: യെശയ്യാ 54:17, നിന്നെ
ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ ദൈവത്തിൻ്റെ നീതി നടത്തിപ്പുമാണിത്. ഇത് ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചാൽ, ഇത് ആയുധമാണ്. ഇത് ഒരു മിസൈൽ പോകുന്നത് പോലെ പോവും ശത്രുവിൻ്റെ പാളയത്തിലേക്ക്, അതിനെ തകർത്ത് കളയും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ആവശ്യമുള്ളവൻ സ്വീകരിക്കട്ടെ. അതായത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ദൈവം തൻ്റെ വാക്കുകൾ അരുളി ചെയ്ത് തുന്നിക്കെട്ടി പുസ്തകമാക്കി തന്നിട്ടുണ്ട്. തുറക്കണ്ടേ, തുറന്ന് വായിക്കണ്ടേ, വായിച്ച് വിശ്വസിക്കണ്ടേ, വിശ്വസിച്ച് പ്രഖ്യാപിക്കണ്ടേ. പ്രഖ്യാപിച്ചാൽ അത് തുറക്കപ്പെടും. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. അതായത് ഞങ്ങൾ ഇത് കേരളത്തിൽ, എനിക്ക് ഏറ്റവും കൂടുതൽ അത് മനസ്സിലായിട്ടുള്ളത് വടക്കേ ഇന്ത്യയിൽ സുവിശേഷം വേല ചെയ്യാൻ പോകുമ്പോഴാണ്. വടക്കേ ഇന്ത്യയിലെ ചില ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സുവിശേഷത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടില്ലെങ്കിൽ, അവിടെ സുവിശേഷത്തിനെതിരെ എന്തെങ്കിലും സന്ദർഭങ്ങളുണ്ടായാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് വചനമെടുക്കും. വചനമെടുത്ത് ഉറക്കെ പറയാൻ തുടങ്ങും. അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കും. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. ഞാൻ 2017 ഖത്തറിൽ ഒരു 1.5 മാസം താമസിച്ചിരുന്നു. അപ്പോൾ ഒരു കാര്യത്തിന് അവിടെ ഞാൻ ഒരു ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ താമസിച്ചിരുന്നു 1.5 മാസം. 50 ഡിഗ്രി ചൂടാണ് പകല്, രാത്രിയിൽ 30-35 ഡിഗ്രി ചൂട്. അങ്ങനെ പുറത്തൊന്നും പോയി ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ പൂട്ടിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ധ്യാനകേന്ദ്രത്തിൻ്റെ കല്ലൊക്കെ ഇടുന്നതിന് മുമ്പുള്ള ആ കാലമാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാൻ ദൈവം അവസരം തന്നൊരു സമയമാണെന്ന് പിന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇപ്പം ഞാൻ നിത്യാരാധനയുടെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് ഇങ്ങനെ വേറെ ഒന്നും ചെയ്യാനില്ല, ഞാൻ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ ഒരുപാട് വചനങ്ങൾ കാണാതെ പഠിപ്പിച്ചു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കർത്താവ് തന്ന കൃപയനുസരിച്ച് എനിക്ക് കിട്ടുന്ന വചനങ്ങൾ, പ്രേരണ കിട്ടുന്ന വചനം എല്ലാം ഇരുന്ന് കാണാതെ പഠിക്കും. അപ്പം എനിക്കറിയാൻ പാടില്ല എന്തിനാണ് ഈ വചനമൊക്കെ എന്നെ കാണാതെ പഠിപ്പിക്കുന്നത്. എനിക്കറിഞ്ഞുകൂടാ. കാരണം പ്രസംഗിക്കണമെങ്കിൽ തുറന്ന് വായിച്ചാൽ പോരെ, കാണാതെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? അപ്പം ഞാനതിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. ആ കാലത്താണ് ഞാൻ ഈ വചനം, നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും, യശ്രൂൺ നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി വികായസിലൂടെ മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു, നിത്യനായ ദൈവം നിന്റെ അഭയം താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ, അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും, സംഹരിക്കുവോടെന്ന് പറയും. ഈ വചനം എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം ഖത്തറിലെ ആ നിത്യാരാധന ചാപ്പലിരുന്ന് ഞാൻ പഠിച്ചതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അവിടുന്ന് തിരിച്ചു വരാനുള്ള സമയമായി. ഇപ്പോൾ ഒരാഴ്ച 1.5 ആഴ്ചക്കുള്ളിൽ ഞാൻ മടങ്ങി വരികയാണ്. ആ സമയത്ത് കുറേ നേഴ്സുമാർ വന്ന് എന്നോടൊരു സങ്കടം പറഞ്ഞു. അച്ഛാ, ഖത്തറിലെ മിനിസ്ട്രിയിൽ നിന്ന് 250 നേഴ്സുമാരെ പിരിച്ചുവിട്ടു. ഞാൻ ഈ 1.5 മാസത്തിനിടയിൽ ഒത്തിരി പേരെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു. 35 വയസ്സ്, 40 വയസ്സ്, 45 വയസ്സ് ഒക്കെയുള്ള പെൺകുട്ടികൾ കല്യാണം കഴിക്കാതെ കടം വീട്ടാൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അവിടെ വെച്ച് ഞാൻ കണ്ടിരുന്നു. ഒറ്റപ്പെട്ട ജീവിതങ്ങളല്ല, നാട്ടിലും വീട്ടിലും കടം വരുത്തി ലക്ഷങ്ങൾ കൊടുത്തൊരു വിസ വാങ്ങി അവിടെ എത്തി ജോലിക്ക് വേണ്ടി ലക്ഷങ്ങൾ കൊടുത്ത് ഒരു ജോലി തരപ്പെട്ടിട്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ജോലി നഷ്ടപ്പെട്ടാൽ 35, 38, 40 വയസ്സൊക്കെ ഉള്ളവരെ ഞാൻ കണ്ടു. കല്യാണം പോലും കഴിച്ചിട്ടില്ല. കാരണം ഈ കടം വീട്ടണം, കുടുംബത്തെ രക്ഷപ്പെടുത്തണം എങ്ങനെയെങ്കിലും. അങ്ങനെ വന്ന് താമസിക്കുന്ന ഈ മനുഷ്യർക്ക് ഒരു സുപ്രഭാതത്തിൽ മെമ്മോ കിട്ടുകയാണ്, ഈ മാസം കഴിഞ്ഞാൽ പിന്നെ ജോലിയില്ല, പിരിച്ചുവിട്ടു, മിനിസ്ട്രി പിരിച്ചുവിട്ടു. ഞാൻ ഇവർക്ക് വേണ്ടി ഒരു ആരാധന നടത്തുമ്പോൾ ദുഃഖം കൊണ്ട് അവർ ബോധം കെട്ട് വീണ് കിടക്കാണ് നിലത്ത്. ദുഃഖം കയറിയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് ഒരുപാട് നേരം ചോദിച്ചു, കർത്താവേ, എനിക്കെന്തെങ്കിലും, ഈ ദുർബലനായി എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവെ എന്നെ സഹായിക്കണേ, പറഞ്ഞു തരണേ. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കർത്താവ് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു ഇതാണ്: നിന്നെ ഞാൻ പഠിപ്പിച്ച വചനങ്ങളെല്ലാം വെച്ച് ദേശത്തിൻ്റെ അരൂപിയെ ബന്ധിക്കുക.
ഇതെനിക്ക് കർത്താവ് ഒരു പ്രേരണ തന്നു. ഞാൻ എന്ത് ചെയ്തു, അവിടെയുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകൾ, ജീസസ് യൂത്ത്, നേഴ്സസ് മിനിസ്ട്രി, ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അന്ന് ഞാൻ അവരുടെ ലീഡേഴ്സിനെ എല്ലാം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കർത്താവിൽ നിന്നൊരു സ്വരം കിട്ടിയിട്ടുണ്ട്. ഒത്തിരി നേഴ്സുമാരുടെ 250ഓളം നേഴ്സുമാരുടെ ജോലി പോയില്ലേ, നമുക്ക് ദേശത്തിൻ്റെ അരൂപിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇടവകളിലെല്ലാം പോയിട്ട് കുമ്പസാരിക്കാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നവരെല്ലാം ഞാൻ കുമ്പസാരിപ്പിച്ചു. ഒരുപാട് പേര് കുമ്പസാരിച്ചു. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് നന്നായിട്ട് ഒരുങ്ങി. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ വചനം കൊടുത്ത് അവരെ ഒരുക്കി. ഒരു വെള്ളിയാഴ്ച ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി. അന്ന് അവിടെ ആ ശുശ്രൂഷയിൽ വെച്ചിട്ട് ഈ ദേശത്തിൻ്റെ അരൂപിയെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. ബന്ധിക്കേണ്ട എങ്ങനെയാന്ന് കർത്താവ് എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നത് ഈ വചനങ്ങൾ വെച്ച് ബന്ധിക്കാൻ, വചനങ്ങൾ എടുത്ത് ബന്ധിക്കാൻ. അപ്പം ഞാനിങ്ങനെ എന്നെ ദൈവം പഠിപ്പിച്ച് ഓരോ വചനവും പറഞ്ഞ് ദേശത്തിൻ്റെ അരൂപിയെ ബന്ധിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ? ഖത്തറിൽ വല്ലവരും ഉണ്ടേ പോയി തിരക്കിക്കോ. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ ഖത്തറിൽ പോയിരുന്നു. ഇപ്പോഴും അവർ പറയും, ഇപ്പോഴും അവിടെയുള്ള ആളുകൾ പറയും. പിറ്റേ ദിവസം പിരിച്ചുവിട്ട നേഴ്സുമാരെ മുഴുവൻ മിനിസ്ട്രി തിരിച്ചെടുത്തു. എന്താ ഇത്? ഇതെന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം അഴിച്ചു വിട്ടാൽ ശത്രു കെട്ടപ്പെടും. നീ വചനം ഉച്ചരിക്കണം. നിന്റെ വായിൽ വചനം വേണം, നിന്റെ ഹൃദയത്തിൽ വചനം വേണം. പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ ഞാൻ ചുരുക്കി പറയാം, എന്ത് ചെയ്യണം? അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട 10, 15, 20 വചനങ്ങൾ എഴുതി വെച്ച് പഠിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ ഒരു ദിനചര്യ പോലെ ഈ വചനങ്ങൾ വിശ്വാസത്തോടെ ഉറക്കെ പ്രഖ്യാപിക്കണം. 1 മാസം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ പോലല്ല, വ്യത്യാസം വന്നു തുടങ്ങി എന്ന് നിങ്ങൾ മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിലുള്ള വിശ്വാസം ആഴപ്പെട്ടു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ.